നമ്മൾ മുടി ഹാൻഡിൽ ചെയ്യുമ്പോൾ തലയോട്ടി കാണത്തക്ക വിധത്തിൽ തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ബഞ്ചായിട്ട് പോകുന്നു. ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമ്മൾ അതിനെ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ എക്സസീവ് ഹെയർ ഫോൾ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ആയിട്ട് അഡ്രസ് ചെയ്യുന്നത്. മുടി കൊഴിച്ചിലിന് ബേസിക് കോസ് ഹോർമോണൽ ചേഞ്ചസ് ആണ്. സെക്കൻഡ് ഫാക്ടർ എന്ന് വെച്ചാൽ ഡയറ്റിലുള്ള ഡെഫിഷ്യൻസീസ് ആയിരിക്കും. നമുക്ക് ഇതിനെ എങ്ങനെ പരിഹരിക്കാം? നമ്മൾ മുടി കഴുകുമ്പോൾ ഷാംപൂ പോലത്തെ റിയേജൻസ് യൂസ് ചെയ്ത് വാഷ് ചെയ്യുക, എപ്പോഴും കണ്ടീഷണേഴ്സ് അപ്ലൈ ചെയ്യുക. അതങ്ങനെ ചെയ്യാൻ പാടില്ല. മുടി നനഞ്ഞ പാടെ പെട്ടെന്ന് ഒരു ഡ്രൈ ടവൽ എടുത്ത് ഹാർഷായിട്ട് തോർത്തി ഉണക്കി മുടി ചീപ്പ് ഉപയോഗിച്ച് ചെയ്യും. ഇത് മുടികൾ പൊട്ടി പോകാനായിട്ടുള്ള ഒരു വലിയ കാരണമാണ്. ഫ്രീക്വന്റ് ആയിട്ട് മുടി ഹീറ്റ് ചെയ്യുകയോ സ്ട്രെയിറ്റൻ ചെയ്യുകയോ അങ്ങനത്തെ റിയേജൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടിയുടെ ആരോഗ്യം കുറയുകയും അതിന്റെ ഉള്ളു കുറയാനുമുള്ള ചാൻസസ് ഉണ്ട്. കോസ്മെറ്റിക് കൺസൾട്ടേഷൻ കഴിഞ്ഞ് ആ ടൈപ്പ് ഓഫ് ബ്രഷസ് യൂസ് ചെയ്യുക. ഡയറക്റ്റ് സൺലൈറ്റ്, കുറെ ഡസ്റ്റ്, കെമിക്കൽസ് ഇതെല്ലാം നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കുക. എൻറിച്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഓയിൽ യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്യാം. പിന്നെ സെക്കൻഡ് പാർട്ട് വരുന്നത് ഫുഡാണ്. ഹെയർ ഹെൽത്തിനെ ബാധിക്കുന്നത് ജങ്ക് ടൈപ്പ് ഓഫ് ഫുഡാണ്. നമ്മൾ കഴിക്കേണ്ട ഫുഡിൽ യൂഷ്വലി വൈറ്റമിൻ എ കുറേയേറെ കാണണം. പിന്നെ ബയോട്ടിൻ എന്ന് പറഞ്ഞൊരു വൈറ്റമിൻ ഉണ്ട്. വൈറ്റമിൻ സി ഏറെ കാണണം. പ്രോട്ടീൻസും മുടിയുടെ വളർച്ചയ്ക്ക് അത്ര തന്നെ ആവശ്യമായിട്ടുള്ള സാധനമാണ്. ഈന്തപ്പഴം, മാതളം, ഈ വക ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഹെൽത്ത് കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യാനാണ് സാധ്യത. ഇഞ്ചി, വെളുത്തുള്ളി, നെല്ലിക്ക, നാരങ്ങ ഡ്രിങ്ക്സ് പോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ കുറച്ചുകൂടെ ഹെൽത്തി ആവാനുള്ള ചാൻസസ് ആണ് കൂടുതലുള്ളത്. ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, സ്മോക്കിംഗ്, സീറോ ന്യൂട്രിയൻ കാലറി ഡ്രിങ്ക്സ് ഇതൊന്നും നമ്മൾ കഴിക്കാതെ ഇരിക്കുക. കുറച്ച് റിലാക്സേഷൻ ടെക്നിക്സ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക.